അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വേറെ നല്ല ടെറസ് ഭാഗം ഒന്ന് വൃത്തിയാക്കണം. അവിടെ കുറച്ച് വൈക്കോല് സാധനങ്ങൾ, ഞങ്ങൾക്ക് പശുക്കളുള്ള കാരണം വൈക്കോലൊക്കെ ടെറസിൻ്റെ മുകളിലാണ് വെക്കുന്നത്. അപ്പോൾ അവിടെ വൈക്കോലൊക്കെ ഒന്ന് നിലത്ത് വീണ് കുറച്ച് വൈക്കോലൊക്കെ നിലത്തൊക്കെ വീണ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ എല്ലാവരും ചില സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് വെക്കും, വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റാത്ത കാരണം ഞങ്ങൾ ടെറസിൻ്റെ മുകളിലാണ് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ഒതുക്കാം. അപ്പം പിന്നെ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇരിക്കുന്നത് കേട്ടോ വൈക്കോൽ കെട്ട്. അതുമേലേക്ക് എന്തായാലും നമ്മൾ കയറുന്നില്ല. നിലത്ത് എടുക്കുന്ന വൈക്കോലുകളും ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടോ വെടുപ്പാക്കണത്. പഴയ വീടെന്ന് പറയുന്നത് ഞങ്ങളുടെ പകുതി ടെറസും പകുതി ഓടായിരുന്നു. അപ്പം പഴയ വീട്ടിലെ സാധനങ്ങളെന്ന് പറയും പട്ടികകളും ജനാലകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒതുക്കാറുണ്ട് ഇവിടെ, പക്ഷേ കുറച്ച് നാളായിട്ട് ഒതുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചേട്ടാ. അപ്പം എന്തായാലും ഇന്ന് ഒതുക്കണ ഒരു ദിവസമാണ്. ചാക്കിലാണ് കേട്ടോ ആക്കി വെക്കണത്. ചാക്കിയിൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ തെങ്ങിൻ്റെ കട തുറക്കുമ്പോൾ അതിൽ ഇടാനായിട്ടാണ് കേട്ടോ നമ്മൾ ചാക്കിലാക്കി വെക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യത്തിന് നല്ല പോലെ വൈക്കോല് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വന്നത് കണ്ടപ്പോൾ വേണ്ടാന്ന് തോന്നി, പക്ഷേ എന്തായാലും ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ എന്തായാലും ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് തന്നെ പോവുള്ളൂ എന്ന് ചാക്കിലാക്കി കേട്ടോ വെക്കണം. കാരണം അങ്ങനെ അത് ഇപ്പം എന്തായാലും കാലമായി തുടങ്ങി. മഴ വരാനാണ് തെങ്ങിൻ്റെ കട തുറന്നിട്ട് കയ്യിൽ ഇടാൻ വേണ്ടിയിട്ടാണ് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത്. ജനാലകളൊക്കെ നമ്മൾ ഇപ്പുറത്തേക്ക് വെക്കുന്ന കേട്ടോ. അവിടേക്ക് ഉണ്ട് വൈക്കോൽ ഇതൊക്കെ. ഇത് പണ്ടത്തെ വീടിൻ്റെ ജനാലകളാണ് കേട്ടോ. പണ്ടത്തെ വീടിൻ്റെ ആയാലും നല്ല കനുണ്ടായിരുന്നു ജനാലകൾക്കൊക്കെ. ഈ ജനാല തീരെ എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ഓരോ സൈഡ് പൊന്തിച്ച് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ചിട്ടൊക്കെയാണ് ആ സൈഡിലേക്ക് മാറ്റി വെച്ചത് തന്നെ. ജനാലകളൊക്കെ നല്ല കനുണ്ടായിരുന്നു കേട്ടോ. ഇതിനെ ഇങ്ങോട്ട് വന്ന് കണ്ടപ്പോൾ വരണ്ടായിരുന്നു തോന്നി. പിന്നെ എന്തായാലും വന്ന് പെട്ടില്ല. ഇപ്പം എന്തായാലും മുഴിപ്പിച്ചിട്ട് പോവുക. കാരണം ഞാനായിട്ട് ഏറ്റെടുത്തതാണ്. അപ്പോൾ എന്തായാലും അത് നമ്മളത് മുഴിപ്പിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല കനമുള്ള ജനാലകളാട്ടോ എല്ലാതും. ഈ ജനാല നല്ല കനായിരുന്നു. കാരണം അതെനിക്ക് തീരെ പൊന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ സൈഡ് ഭാഗം പിടിച്ച് പൊന്തിച്ച് മെല്ലെയാണ് ഞാൻ നീക്കി അങ്ങോട്ട് അപ്പുറത്തേക്ക് വെച്ചത് കേട്ടോ. മാസ്ക് വെച്ചില്ലെങ്കിൽ തുമ്മൽ കേട്ടോ. അത് കാരണം ഞാൻ മാസ്ക് വെച്ചിട്ടുള്ളത്. ഈ പട്ടികളായാലും നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കനങ്ങളുള്ളതാണ്. അവിടെയൊക്കെ പഴയ വീട്ടിലെ സാധനങ്ങളുണ്ടായിരിക്കുന്നതൊക്കെ കസേരയും സിമെൻറ്റ് ചാക്കുകളും ഒക്കെ ഉണ്ട്. ബാക്കി സിമെൻറ്റ് വെച്ചിട്ടില്ല. കാരണം ഉള്ളിൽ അത്യാവശ്യത്തിന് ഇരിക്കുന്നുണ്ട് വീടിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മളത് അവിടെ ഫുള്ളായിട്ട് അവിടെ ഒതുക്കാൻ പറ്റില്ല. കാരണം അവിടെ നല്ല കനമുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളവിടെ നിന്ന് ഒതുക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ.
നല്ല പൊടിയുണ്ട് അടിച്ചു പിന്നെ വരുന്നത്. വിറകും ഓലക്കൊടി കാണുന്നുണ്ടോ അങ്ങനത്തെ എനിക്കറിയില്ല. ഐറ്റംസൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ അത്യാവശ്യം നല്ല പൊടി പൊടി ഓലക്കൊടി അല്ലാതെ എടുക്കാൻ പറ്റിയില്ല. എന്നാലും അവിടെയൊക്കെ പഴയ കുറച്ചൊക്കെ ഞാൻ അതിൽ നിന്ന് സാധനങ്ങൾ വാരി പഴയ വീട്ടിൽ ഓലക്കൊടി നിലവിൽ കെട്ടിൽ സാധനങ്ങളൊക്കെയാണ് വെച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കണത്. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല മഴയും കാറ്റൊക്കെ ഉണ്ട്. ഓലക്കൊടി വിറകും സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. അത് അപ്പുറത്ത് ഇത്തിരി കൂടി മാറിയിട്ട് അങ്ങോട്ട് വൈക്കോൽ കെട്ടുകൾ ഇരിക്കണതിൻ്റെ അങ്ങേ വശത്താണ് കേട്ടോ അതൊക്കെ ഇരിക്കണത്, വിറകും സാധനങ്ങളൊക്കെ. നമ്മൾ ഈ വശം ഇങ്ങനെ കിടക്കണ ഭാഗങ്ങളാണ്, വൈക്കോൽ ഇങ്ങനെ കൂടുതലധികമായിട്ട് കിടക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് ക്ലീൻ ആക്കിയിരുന്നത്. ഇതേ ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ, നല്ല മഴയാണ്. അത്യാവശ്യം നല്ല പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. വൈക്കോലായ കാരണം നല്ല പോലെ പൊടി പാറുന്നുണ്ട്. അടിക്കുമ്പോൾ എനിക്ക് കാണുമോയെന്ന് അറിയില്ല, പക്ഷെ നല്ല പൊടി ഉണ്ട് അവിടെ ഫുള്ള്. എൻ്റെ തലയിലും കണ്ണിൻ്റെ പീലിമേലൊക്കെ നിറച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ആ പട്ടികൾ അപ്പുറത്തെ സൈഡിലേക്ക് വെച്ചിട്ട് നമ്മളിത് ഇങ്ങോട്ട് വെക്കുക കേട്ടോ. അത് ഈ ഭാഗത്താണ് കിടന്നുറന്നത്. അപ്പോൾ നമ്മളത് അങ്ങോട്ട് ഒതുക്കാനായിട്ട് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ അത് ഇപ്പുറത്തേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. ജനാലകളും ഇപ്പുറത്ത് തന്നെയായിരുന്നു ഇരുന്നത്. അപ്പോൾ നമ്മളത് അപ്പുറത്തേക്ക് തന്നെ ആക്കി വെക്കുക കേട്ടോ. ഈ ജനാല മാറ്റാനായിട്ട് ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടി, കാരണം നല്ല കനണ്ടായിരുന്നു. അങ്ങോട്ട് കയറ്റി വെച്ചത് നമ്മൾ ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് ഇപ്പുറത്തേക്ക് കെടുത്തി വെക്കാട്ടത്. ജനാലൊക്കെ വീണ്ടും നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് തന്നെ എടുത്ത് വെക്കുകയാണ്. കാരണം വൈക്കോലൊക്കെ അവിടെ നിന്ന് എടുക്കേണ്ടതാണ്. അപ്പോൾ അത് കാരണം അതവിടെ വെച്ച് കഴിഞ്ഞാൽ വൈക്കോലുകൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതേ ആ സൈഡിലത്തേക്ക് ഒരു ഇത് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ ഭാഗത്ത് ഒതുക്കാട്ടാ. അതിൽ കുറച്ചധികം ഓലക്കൂടിയും വിറകൊക്കെ നമ്മളിവിടെ വെക്കണതാണ്. അപ്പോൾ എല്ലാം കൂടി അതിൽ മിക്സ് ആയിട്ടുണ്ട് വൈക്കോലിൽ. അപ്പോൾ കുറേ ഓലക്കൂടിയൊക്കെ നമ്മളതിൽ അതിൽ നിന്ന് കുറച്ചൊക്കെ പറക്കി ഓലക്കൂടിയും കെട്ടിയിലേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ മുഴുവനായിട്ട് നമുക്കത് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്നാലും നമ്മൾ അത് ചാക്കിലേക്കാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഈ മഴയൊക്കെ പോയിട്ട് നല്ല വെയിൽ സൈഡിലൊക്കെ ഒരു വിധതായിട്ടാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് വൃത്തിയാക്കണം. അപ്പോൾ ആ വശത്തെ കഴിഞ്ഞു, ഇനി ഇപ്പുറത്തെ വശത്തേട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഇത്തിരി അധികം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ വൈക്കോല് ഒക്കെ.
നല്ല പൊടി തന്നെ ഉണ്ട് കേട്ടോ, നല്ല പൊടിയുണ്ട്, നല്ല പൊടിയാണ്, നമ്മളെ കാണാൻ പറ്റില്ല, അതുപോലെ പൊടിയായിരുന്നു അടിച്ച് വാരുമ്പോഴൊക്കെ. ഓലക്കൊടിയും ഒക്കെ കിടക്കുന്നുണ്ടായില്ല കേട്ടോ. അപ്പോൾ അത് കുറച്ചൊക്കെ നമ്മൾ ആദ്യം പറക്കിയിട്ടുണ്ടായിരുന്നു, മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളതൊക്കെ നല്ല പോലെ മിക്സായി കിടക്കുന്നതൊന്നും എടുത്തില്ല. നല്ല പോലെ പൊടി പാർന്നിട്ടാണ് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുക. നല്ല പോലെ പൊടി പാർന്നിട്ട് അടിച്ച് വരുമ്പോഴൊക്കെ. ഈ വൈക്കോലുള്ള കാരണം വൈക്കോലിന് മഴ പെയ്യുമ്പോഴൊന്ന് ശീതളടിക്കാനിരിക്കുക ഞങ്ങൾ ടാർപ്പായ വലിച്ച് കെട്ടിയാണ് കേട്ടോ ചുറ്റും. ഫ്രണ്ടിൽ ഇട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പഴിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരുവിധം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വശം കൂടി മാത്രമുള്ളൂ നമുക്ക് ഇതാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അച്ഛൻ വന്നു മാങ്ങ പൊട്ടിക്കാനായിട്ട്, കറിയിലിടാനായിട്ട്. ഈ മഴയൊക്കെ മാറിയിട്ട് ഇപ്പോൾ വെയിലുദിച്ചിട്ടുണ്ട് കേട്ടോ. തൊട്ട് മാവ് ആട്ടപ്പുറത്ത് നിൽക്കുന്നത്, ഇപ്പുറത്തെ സൈഡിലൊക്കെ നിറച്ച് വൈക്കോലിൻ്റെ പൊടിയും സാധനങ്ങളും. ആദ്യം പൊട്ടിച്ച മാങ്ങ കുറച്ച് നേരം എവിടേക്കോ വീണു, പക്ഷെ അത് കണ്ടില്ല. രണ്ടും വേറെ രണ്ടെണ്ണം പൊട്ടിച്ചിട്ടുണ്ട്. ഈ ഭാഗം മാത്രമേ നമുക്ക് ഒതുക്കാനുള്ളത്. കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് ഞാനത് ഒതുക്കണത്. അച്ഛൻ അതിൻ്റെ ഇടയിൽ വന്നിട്ടോ മാങ്ങ, ഞങ്ങളുടെ ഇപ്പുറത്തെ സൈഡിൽ ഞങ്ങൾക്ക് മാവുണ്ട്, അപ്പോൾ അതിൽ നിന്ന് മാങ്ങ പൊട്ടിക്കാൻ കൂട്ടാനിടാനായിട്ട്. അപ്പോൾ ആദ്യം പൊട്ടിച്ചത് വീണത് എവിടേക്കാണെന്ന് കണ്ടില്ല. അപ്പോൾ എന്നോട് ചോദിക്കുക മുറ്റത്ത് കിടക്കുന്നുണ്ടോ. പൊട്ടിച്ചിട്ട് പോയി അച്ഛൻ മാങ്ങ. അപ്പോൾ കഴിഞ്ഞുണ്ട് കേട്ടോ നമ്മുടെ ഒതുക്കൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ ചാക്കിലാക്കിയിട്ടാണ് കേട്ടോ അവിടെ വെച്ചിട്ടുള്ളത് ഇപ്പോൾ തൽക്കാലത്തിന്. എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. ടാറ്റാ, ബൈ ബൈ.